നമസ്കാരം. ആനവണ്ടിയുടെ അരുമ പേര് അപ്രത്യക്ഷമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ KSRTC ജീവനക്കാരും KSRTCയെ സ്നേഹിക്കുന്ന ജനങ്ങളും. കർണാടക, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ പതിറ്റാണ്ടുകളായി KSRTC എന്ന ചുരുക്കപ്പേരാണ് പൊതുവിൽ ഉപയോഗിച്ചു വന്നിരുന്നത്. പക്ഷേ നേരത്തെ തന്നെ കർണാടക RTC അതിൻ്റെ ചുരുക്കെഴുത്തും ലോഗോയും കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റുകൾക്ക് മുമ്പിൽ സമർപ്പിച്ച് ഡിസൈനുകൾ, വ്യാപാര മുദ്രകൾ എന്നിവ രജിസ്റ്റർ ചെയ്തതാണ് കേരളത്തിന് വിനയായത്. ബൗദ്ധിക സ്വത്തവകാശത്തിനായുള്ള നീണ്ട നിയമ പോരാട്ടത്തെ തുടർന്ന് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC എന്ന ചുരുക്കെഴുത്തുൾപ്പെടെയുള്ള അതിൻ്റെ വ്യാപാര മുദ്രകളുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ഇപ്പോൾ നേടിയെടുത്തിരിക്കുകയാണ്. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് KSRTC എന്ന് ഉപയോഗിക്കുന്നതിന് നിയമപരമായ വിലക്കില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞതായും KSRTCയുടെ ചുരുക്കെഴുത്ത് ഉപയോഗിക്കാനുള്ള കേരള സ്റ്റേറ്റ് RTCയുടെ അവകാശവാദം കോടതി തള്ളിയതായും കർണാടകയിലെ KSRTC വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. KSRTC എന്ന ചുരുക്കെഴുത്ത് ഉപയോഗിക്കുന്നതിന് ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് KSRTC അപേക്ഷിച്ചിരുന്നു. കർണാടക സ്റ്റേറ്റ് RTCക്ക് 1/11/1973 മുതൽ പ്രാബല്യം കാണിച്ച് 2013 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിരുന്നു. KSRTC ലോഗോയും മറ്റും ഉപയോഗിക്കുന്നതിന് കോപ്പി റൈറ്റ്സ് രജിസ്ട്രാറിൽ നിന്ന് പകർപ്പവകാശവും ലഭിച്ചിട്ടുണ്ട് എന്നും കർണാടക സ്റ്റേറ്റ് RTC അധികൃതർ വ്യക്തമാക്കി. ഇതിന് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെന്നൈയിലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡിന് മുമ്പാകെ പരാതിപ്പെട്ടു. ഇതിനെ തുടർന്ന് അപ്പലേറ്റ് ബോർഡിനെ സമീപിച്ച് കേരളത്തിൻ്റെ അവകാശവാദങ്ങളെ കർണാടകയും ചലഞ്ച് ചെയ്തു. 48 വർഷമായി കർണാടക സ്റ്റേറ്റ് RTCയുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് അറിയാമെന്നും അതിനാൽ പിന്നീടുള്ള ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷൻ അസാധുവാണെന്ന പ്രഖ്യാപനത്തിന് അപേക്ഷിക്കാൻ അവർക്ക് അർഹതയില്ലെന്നും KSRTC വാദിച്ചു. ഇതിനെ തുടർന്ന് കർണാടക സ്റ്റേറ്റ് RTCയുടെ വാദം കോടതി അംഗീകരിച്ചു എന്നാണ് പത്രക്കുറിപ്പിലൂടെ അവർ വ്യക്തമാക്കിയത്. മുൻകൂർ ഉപയോഗം അവകാശപ്പെട്ട് കേരള RTCയും 2019 ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷൻ നേടിയിട്ടുണ്ട്. ബൗദ്ധിക സ്വത്തവകാശ അപ്പലേറ്റ് ബോർഡ് IPABയുടെ പരിഗണനയിലായിരുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ IPAB നിർത്തലാക്കിയതിന് ശേഷം ചെന്നൈയിലെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയിരുന്നു. ഈ വിഷയം ഡിസംബർ 12 മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് കേരള സ്റ്റേറ്റ് RTC സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി തള്ളുകയും കർണാടക സ്റ്റേറ്റ് RTCക്ക് അനുകൂലമായി കേസ് തീർപ്പാക്കുകയും ചെയ്തത്. കേരള സ്റ്റേറ്റ് RTC ഫയൽ ചെയ്ത കേസ് തള്ളിയ സാഹചര്യത്തിൽ ഭാവിയിലും KSRTC എന്ന പേര് ഉപയോഗിക്കുന്നതിന് കർണാടക സ്റ്റേറ്റ് RTCക്ക് നിയമ തടസ്സമില്ലെന്ന് കർണാടക പ്രസ്താവനയിൽ വ്യക്തമാക്കി. കേരളം 1965 മുതലും കർണാടക 1973 മുതലും അവരുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുഗതാഗത കോർപ്പറേഷനുകൾക്ക് KSRTC എന്ന ചുരുക്കപ്പേര് ഉപയോഗിച്ചു വരുന്നതാണ്. തിരുവിതാംകൂർ നാട്ടുരാജ്യം നടത്തിവന്ന പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ചുവട് പിടിച്ച് 1950 പ്രാബല്യത്തിൽ വന്ന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിയമത്തിന് ശേഷം 1965 മാർച്ച് 15 കേരള സർക്കാർ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥാപിച്ചത്. 1965 ഏപ്രിൽ 1 സ്വയംഭരണ കോർപ്പറേഷനായി മാറിയ KSRTC കേരളത്തിൽ അതിനുശേഷം സർവീസ് തുടരുകയാണ്. 1961 സ്ഥാപിതമായെങ്കിലും കർണാടക സ്റ്റേറ്റ് RTC അധികൃതർ കാലാനുസൃതമായി കാര്യങ്ങൾ നീക്കിയതിൻ്റെ പൊല്ലാപ്പിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് RTC. രണ്ട് സംസ്ഥാനങ്ങളുടെയും പേരിൻ്റെ ആദ്യാക്ഷരം K ആയതാണ് ചുരുക്കെഴുത്തിൻ്റെ പേരിൽ ഈ തർക്കം ഉടലെടുക്കാൻ കാരണം. ബാംഗ്ലൂർ ബംഗളൂരുവും മൈസൂർ മൈസൂരുവുമായി പേര് മാറ്റിയ പോലെ കർണാടകയുടെ പേര് K എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒന്നല്ലാതെ മാറ്റിയെങ്കിൽ മാത്രമേ ആനവണ്ടിക്കുണ്ടായ ശാപം തീരൂ എന്ന നിലയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്കിലും കേരളത്തിന് ഇനി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം, അനുകൂല വിധി പ്രതീക്ഷിച്ച്, അത്രമാത്രം.